ഒരു 6 മണിയായി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറഞ്ഞെങ്കിൽ, ഇന്നലെ ഞാൻ മൈസൂരിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല, അമ്മേൻ്റെ കൂടെ ഉണ്ടായി. ഇപ്പോൾ രാവിലെ എണിച്ചത് അമ്മ പറഞ്ഞ് കുട്ടികളൊന്ന് കാണണമെന്ന്. അപ്പോൾ കുട്ടികളും ഫോണാക്കിയിട്ട് അച്ഛമ്മൻ്റെ അടുത്ത് കൂട്ടിപ്പോ പറഞ്ഞുകൊണ്ടായി അല്ലേ. അങ്ങനെ കുട്ടികളെ കൂട്ടിയിട്ട് വന്നിന് പോയിട്ട് അമ്മേനെ നമ്മൾക്ക് കാണാം. അതൊക്കെ എങ്ങോട്ട് പോയണ്ടില്ലേ? അച്ഛമ്മൻ്റെ അടുത്ത്. തലവേദന നാഷ്ടാക്കിയാ അവർ വന്നിട്ട് ആക്കിച്ച് അമ്മയ്ക്ക് മൈഗ്രെയിൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർ? മൈഗ്രെയിൻ ഇല്ല. മൈഗ്രെയിൻ അങ്ങനെ ഇല്ല. തലനോവ് ഇപ്പൊ വന്നതാണ്. ഇപ്പൊ ഇത് അത് ഇന്നലെ അത് മുമ്പേ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അഡ്മിറ്റ് ആയതിന് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്ക് തലക്ക് വരും, അങ്ങനെ പെർമനന്റ്ലി ഇല്ല. ബി പി ടാബ്ലറ്റ് കഴിച്ചോണ്ട് നമ്മളങ്ങ് 5 mg കൊണ്ടുവന്ന ചളി തുമ്പ ഉണ്ടോ അമ്മ? കമ്പിയെല്ലാം മടക്കി ഇങ്ങനെ ഷിവറിങ് പോലെ ഉണ്ടോ? ഇപ്പൊ ഇല്ല. തലനോവ് ഇപ്പൊ ജാസ്തി ഉണ്ടോ? ഇഞ്ചക്ഷൻ വേണം? കുറച്ച് ഇഞ്ചക്ഷൻ വേണ്ട കൊടുത്ത് കഴിക്കണ്ട. അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അല്ല, ഒരു ചെറിയ ഇഞ്ചക്ഷൻ ആയി ഇപ്പൊ ഇത് നോവ് വേദനിക്കൂല, നോവ് വരൂല. ഒരു ചെറിയ ഇഞ്ചക്ഷൻ തരാം. ഒരു 6 മണിയായി. അദ്വൈക്ക് ഇന്നലെ വന്നിട്ട് ഇവിടെ കിടന്നിട്ടുണ്ടായി. എന്താ ഇത്, നാനും അദ്വൈക്കും കിടന്നേ അമ്മേൻ്റെ അടുത്ത്. പിന്നെ ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ അവനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരും അമ്മയ്ക്ക് ചായ എടുത്തോണ്ട്. അപ്പോൾ ഇന്നലെ വന്നത് കുട്ടികളെ ഓർത്തം പോയി വീട്ടിക്ക്. ഞാനും പിന്നെ അദ്വൈക്കും ഇവിടെയുണ്ട്. ഇപ്പം പിന്നെ ഇന്ന് സ്കൂളില്ല കൊണ്ട് അവനെ കൊണ്ടുപോയിട്ട് വിടണം. നമുക്ക് പിന്നെ അച്ഛമ്മൻ്റെ അടുത്തുനിന്ന് പോകാനേ മനസ്സില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ അമ്മേൻ്റെ ഇതൊന്നും കാട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇന്നൊരു ഇച്ചിരി സുഖമുണ്ട്. പിന്നെ ഡോക്ടർ വന്നിട്ട് എന്ത് പറയുന്നില്ല, നമുക്ക് നോക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ലേശം വീഡിയോ ആക്കിയിട്ടുണ്ടായി. പിന്നെ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കപ്പ് അത് ഇതെല്ലാം പോകുന്നത് കൊണ്ട് ഒന്നും ആക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വരുന്നങ്ങനല്ല, അമ്മ ഇപ്പോൾ ഒരു 90% ശരിയായിന് അല്ലമ്മ. പിന്നെ ഇനിയൊന്നൊരു കാര്യം എന്ത് പറയാമെന്ന് പറഞ്ഞെങ്കിൽ, ആൾക്കാരമ്മ നമ്മൾ മിഞ്ഞന്നിട്ട വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രെയർ ആക്കിയിട്ട് അതെ അതൊക്കെ പിന്നെ നമ്മളുടെ അടുത്ത് താങ്ക് യു എന്ന് പറഞ്ഞാൽ കൂടി കുറവായി പോകും. അത്ര സ്നേഹം കാട്ടീന്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പം അമ്മ റെഡി ആയിട്ട് ഈ കണ്ടീഷനിലായിന്. അമ്മ ഇനിയും ലേസം റെഡി ആയതോ, ഞാൻ മൈസൂരിൽ ഒരു ആയുർവേദിക് സെൻറ്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് വരണമെന്നില്ല പ്ലാൻ ഉണ്ട് അല്ലമ്മ. അപ്പോൾ ഇപ്പോൾ വന്നതിൻ്റെ കൈ ഭേദമുണ്ട് അല്ലേ? പിന്നെ ഇനി ലേസം മരുന്നെല്ലാം തന്നിന്, അത് വീട്ടിൽ പോയി കുടിച്ചിട്ട് നമുക്ക് ഇനിയും നല്ലവണ്ണം റെഡിയാവാം. അമ്മ നമ്മളെല്ലാം വീട്ടിലേക്ക് വന്നിന്. അമ്മ പോയങ്ങനൊന്നുമില്ല, ഒരു 90% റെഡിയായി. ഇന്നലെ മിഞ്ഞത്തെ മാതിരി അല്ല മനെ, പാങ്ങായി. ഇപ്പോ നടക്കാൻ മാത്രമല്ല സുസ്ത്. അതിത്തെ എത്ര കഞ്ഞിയും പോയിട്ട് ചെന്നാൽ ശരിയാവും. ദിവസം മറന്നു കുടിച്ചോണ്ടല്ലേ അതിന്റെ ഒരു സുസ്തുണ്ട്. എന്താ പറയാ, എനിക്ക്
അവരെന്തെല്ലാം കൊടുക്കുന്നുള്ളതെല്ലാം അറിയാം. ഞാൻ അവിടെ നിന്നുകൊണ്ടേ ഉണ്ടായി. ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്കൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. അതെ മോനെ. പിന്നെ ഡിസ്ചാർജ് ആയിട്ട് ഒന്നിച്ചിട്ടേ വന്നിട്ടുള്ളൂ. അതെ. അപ്പൊ ഇപ്പൊ അമ്മ മൂത്തേട്ടന്റെ വീട്ടിലുണ്ടാവും അതെ. ഇനി പറഞ്ഞ അവർ കുറച്ച് ദിവസം ഉണ്ടാവും. എന്ന് പറഞ്ഞ നമ്മളുടെ വീട്ടില് ബാക്കിൽ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഇറങ്ങി പോണം. അതെപ്പാ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുണ്ട് അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇപ്പൊ നടക്കാനാവാത്ത കൊണ്ടാണ് ബുദ്ധിമുട്ട്. കുറച്ച് സുസ്ഥല്ല ഉണ്ടാവും. താഴേക്ക് മറിഞ്ഞു പോവോ എന്തോ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എന്ത് സുസ്ഥ് ഒന്നില്ല. ഇനി അടുത്ത നമ്മളുടെ എന്ത് എന്ന് പറഞ്ഞെങ്കിൽ അമ്മ റെഡി ആയതോ ഇപ്പൊ എന്തെങ്കിലും മൈസൂരില് ഒരു ഷോപ്പ് തുടങ്ങിന്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആരോഗ്യധാമ പറഞ്ഞിട്ട് ഒരു ആയുർവേദിക് തെറാപ്പിന്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ മസാജും പിന്നെ നല്ല ആക്റ്റീവായിട്ട് ആക്കിയിട്ട് വിടും. അവിടെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോ സദ്യക്ക് അച്ഛമ്മന്റെ ബാല് അവ ഇന്നലെ നൈറ്റ് വന്നിട്ട് അവനും അവിടെ കിടന്നിട്ടുണ്ടായി. രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ട്. അപ്പൊ പിന്നെ ഇനിയൊന്ന് പ്രത്യേകിച്ചിട്ട് നമുക്ക് എന്ത് പറയണം പറഞ്ഞെങ്കിൽ ആൾക്കാരുടെ സ്നേഹം കണ്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായി സന്തോഷമായി. എന്താ പറഞ്ഞ കണ്ടമാനം ആൾക്കാർ മെസ്സേജ് ആക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കലും അമ്മയ്ക്ക് എത്ര വേഗം സുഖാവട്ടെ എന്നെല്ലാം പറയലും കാണുമ്പോ ഭയങ്കര സന്തോഷമായി. അപ്പോ നമ്മളുടെ ചാനലിലെ നമ്മളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ ഈ വീഡിയോ ആക്കിക്കൊണ്ടില്ല. എല്ലാവർക്കും അമ്മ ഇപ്പോ ഏകദേശം റെഡി ആയിന്. അപ്പൊ ഇനി മുമ്പില് എന്തെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയി പറഞ്ഞ് നമ്മൾ അതിന്റെ കൈ മുമ്പിലേ കൊണ്ടുപോയിട്ട് അതിനെ റെഡിയാക്കിയിട്ട് വരണം. അപ്പൊ അടുത്ത നല്ല വിശേഷങ്ങളുമായി ബൈ.